ഹായ് എവ്രി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു സ്കിൽ ടു സക്സീഡ്. എല്ലാവർക്കും ഉപകരിക്കുന്ന VLOOKUP ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട ഒരു ട്രിക്കാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന ഡാറ്റാബേസ് എംപ്ലോയി നമ്പർ, എംപ്ലോയി നെയിം, ഡെസിഗ്നേഷൻ, സ്റ്റേറ്റ്, ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ലിസ്റ്റ് ഓഫ് എംപ്ലോയി നമ്പർ റാൻഡംലി ആയിട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയി നെയിമും ഡെസിഗ്നേഷനും സ്റ്റേറ്റും കാണണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വരെ VLOOKUP ഫംഗ്ഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത്. റൈറ്റ്, ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു. ഈക്വൽ ടു VLOOKUP, ലുക്കപ്പ് വാല്യൂ, എംപ്ലോയി നമ്പർ സെലക്ട് ചെയ്തു, കോമ, നെക്സ്റ്റ് ടേബിൾ അറേ. അതായത് നമ്മുടെ ആ ലുക്കപ്പ് വാല്യൂ തൊട്ടിട്ട് ആ ഡാറ്റാബേസിൽ നിന്നും നമുക്ക് അതിൻ്റെ അഗെയിൻസ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്, എംപ്ലോയി നെയിം. റൈറ്റ്, സോ അതുവരെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡാറ്റാബേസ്. സോ ഇതാണ് ടേബിൾ അറേ. റൈറ്റ്, ശേഷം കോമ, കോളം ഇൻഡെക്സ് നമ്പർ. നമ്മുടെ ഈ ടേബിൾ അറേ സെക്കൻഡ് കോളത്തിലാണല്ലോ നമ്മുടെ റിസൾട്ട് കിടക്കുന്നത്, എംപ്ലോയി നെയിം. റൈറ്റ്, 2, കോമ, എക്സാക്ട് മാച്ച് ഓർ 0 ഇട്ടാൽ മതി, ക്ലോസ് ദി ബ്രാക്കറ്റ്. കറക്റ്റ് നമുക്ക് ആ റിസൾട്ട് കിട്ടി. ഞാൻ ജസ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു, അതായത് ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റും കിട്ടാൻ വേണ്ടി. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ട്രൈ ചെയ്യുന്ന സംഭവം. റൈറ്റ്, കിട്ടുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നോട്ട് അപ്ലിക്കബിൾ ആ കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഈ അർജിത് ഭട്ടാചാര്യ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, ഈ ടേബിൾ അറിയുന്നു സെക്കൻഡ് കോളാണ് നമ്മൾ പിക്ക് ചെയ്തത്. അപ്പോൾ കറക്റ്റ് കിട്ടി. ഈ നെക്സ്റ്റ് ഡെസിഗ്നേഷൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും വീണ്ടും ഈ ടേബിൾ അറേ ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട്, അതായത് അബ്സല്യൂട്ട് റെഫറൻസ് ആക്കിയുകൊണ്ട് നമുക്ക് ഡെസിഗ്നേഷൻ കോളത്തിലേക്ക് വരാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ ലുക്കപ്പ് വാല്യൂ എടുത്തത് H2 ആണ്, നമ്മളത് G2 ആണ് ലുക്കപ്പ് വാല്യൂ. അതിലുപരി കോളം ഇൻഡെക്സ് നമ്പർ 2 ആ കാണിക്കുന്നത്, ഇവിടെയും 2 ആ കാണിക്കുന്നത്, ഇവിടെയും 2 ആ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്റ്റേറ്റിൻ്റെ അണ്ടറിലും അതേ സിറ്റുവേഷൻ തന്നെ. നമുക്കത് ഫ്ലെക്സിബിലിറ്റി കിട്ടണം. 2ക്ക് പകരം 3 ആവണം. അതുപോലെ തന്നെ ഇത് സ്റ്റേബിൾ ആയി കിടക്കണം ലുക്കപ്പ് വാല്യൂ. സോ നമുക്ക് സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് അങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു VLOOKUP, ലുക്കപ്പ് വാല്യൂ, എംപ്ലോയി നമ്പർ. ഉടനെ തന്നെ ഈ കോളം റെഫറൻസ് നമ്പർ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിടാം. അതായത് G മാത്രം. ജീൻ്റെ തൊട്ട് മുന്നേ $സൈൻ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, ശേഷം കോമ, ടേബിൾ അറേ, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡാറ്റാബേസ് ഉണ്ടല്ലോ, സെലക്ട് ചെയ്യുക. എന്നിട്ട് ലോക്ക് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ആൻഡ് കോമ, കോളം ഇൻഡെക്സ് നമ്പർ. നമ്മൾ നമ്പർ കൊടുക്കുന്നതിന് പകരം എംപ്ലോയി നമ്പർ ഏതാണ് ഈ ഒരു സെക്ഷനിൽ രണ്ടാമത്തെ 2 കൊടുക്കുന്നതിന് പകരം കോളം എന്നുള്ള ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുക. കോളം ആൻഡ് റെഫറൻസ് വയ്ക്കും. റെഫറൻസ് ഈ ഒരു പർട്ടിക്കുലർ ഹെഡിങ് എംപ്ലോയി നമ്പർ ആണല്ലോ വേണ്ടത്. സോ എംപ്ലോയി നമ്പർ B1 എന്നുള്ള ആ സെൽ റെഫറൻസ് ആയി കൊടുക്കുക. ക്ലോസ് ദി ബ്രാക്കറ്റ്, കോമ. അതായത് ഇവിടെ നമ്മൾ മാനുവലി കോളം ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ആ റെഫറൻസ് നമ്പർ സെലക്ട് ചെയ്തു, കോമ, എക്സാക്ട് മാച്ച് ആൻഡ് ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. അപ്പം അർജിത് ഭട്ടാചാര്യ ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നു. റൈറ്റ്, ഇനി ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള റിസൾട്ട് വന്നു. കാരണം എന്തുകൊണ്ടാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വൈസ് പ്രസിഡന്റ് എന്നുള്ള ആ കേഴ്സർ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കലി B1 എന്നുള്ള C1 ആയി ഉണ്ടാവും, ഇത് D1 ആയി ഉണ്ടാവും. കണ്ടില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റത്തെ ഈ ലുക്കപ്പ് വാല്യൂ എന്താ, G2 തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, G2 അത് മാറുന്നില്ല. നേരത്തെ H2ലേക്ക് ജമ്പ് ചെയ്തിരുന്നു. റൈറ്റ്, സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.